ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സ്ലീഹകാലം 6-ാം ഞായറാഴ്ച. തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ തന്റെ മലയിലെ പ്രസംഗത്തിന് ശേഷം മലയിൽ നിന്നിറങ്ങി ഒത്തിരി പേർക്ക് രോഗസൗഖ്യം നൽകുന്നുണ്ട്. അതിൽ 2 രോഗസൗഖ്യങ്ങളാണ്: അന്ധനെ സുഖപ്പെടുത്തുന്നതും ഊമനെ സുഖമാക്കുന്നതും. തുടർന്ന് ഈശോ ഒരു ലഘു പ്രഭാഷണത്തിലൂടെ തന്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായി നിയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ലഘു പ്രഭാഷണത്തോടുകൂടി ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാനിക്കുകയാണ്. ഇന്നത്തെ വായനകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വായനകളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്നത്. 1-ാം വായനയില്, ലേവ്യരുടെ പുസ്തകത്തിലെ വായനയില് നമ്മൾ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്: അഹ്റോനെയും പുത്രന്മാരെയും പൗരോഹിത്യ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഏഷ്യാ പ്രവാചകന്റെ വിളിയുമായി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വായനയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ്ലീഹ തന്റെ ദൈവവിളിയെ കുറിച്ച് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ലേഖന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. ഈ വചനഭാഗങ്ങളെല്ലാം ഈശോ തന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, തമ്പുരാൻ തന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വായനകളാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ആടുകളെ നയിക്കുവാൻ നല്ല ഇടയന്മാർ ഓരോ കാലത്തും ആവശ്യമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: ആടിന്റെ മണമുള്ള ഇടയന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പൗരോഹിത്യ സമർപ്പിത ദൈവവിളി കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്രകാരം പൗരോഹിത്യ സമർപ്പിത ദൈവവിളി കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തില് നല്ല ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈശോ അന്ധന് കാഴ്ച നൽകുന്ന വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 3 കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അടഞ്ഞ കണ്ണുകളെ തുറക്കുവാനായി, രോഗസൗഖ്യം നമുക്ക് ലഭിക്കുവാനായിട്ട് 3 കാര്യങ്ങളെ തമ്പുരാൻ ഇന്ന് തന്റെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, നമ്മൾ നമ്മുടെ കുറവുകളെ തിരിച്ചറിയുക, നമ്മുടെ കുറവുകളെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ള 1-ാമത്തെ സത്യമാണ്. 2-ാമത്തേതായിട്ട് നമ്മൾ കാണുന്നത്, അന്ധനെ സുഖപ്പെടുത്തുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും മേഖലയിൽ നമുക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ, സൗഖ്യം നേടുവാൻ നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതായത് ഈശോയുടെ അടുക്കിലേക്ക് നമ്മൾ ഓടി ചെല്ലണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ അന്ധയാചകന്മാർ ചെയ്തതുപോലെ ക്രിസ്തുവിന്റെ അരികിലേക്ക് ഓടിച്ചെല്ലുവാൻ നമ്മൾ മനസ്സ് കാണിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് 2-ാമതായിട്ട് പറഞ്ഞു വെക്കുന്നത്. 3-ാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, സൗഖ്യം കിട്ടുവാനായിട്ട് ഈശോ ഈ അന്ധയാചകരോട് ഇപ്രകാരം ചോദിക്കുകയാണ്: എനിക്കിത് ചെയ്യുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന്. ഇപ്രകാരം ചോദിക്കുമ്പോൾ ഈ അന്ധയാചകന്മാർ പറയുന്നു: ഉപകർത്താവേ, നിനക്കിത് ചെയ്യുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് അവരവിടെ പ്രഘോഷിക്കുമ്പോൾ അവിടെ വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ്. അതായത് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്നുള്ള തമ്പുരാന്റെ വചനം ഇവിടെ അന്വർത്ഥമായിട്ട് മാറുന്നു. ഇവിടെ അന്ധയാചകർക്ക് സൗഖ്യം നൽകുന്ന ക്രിസ്തുവിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഇപ്രകാരം വിശ്വാസത്തിലൂടെ വലിയൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നമുക്കും നേടുവാൻ സാധിക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈശോയ്ക്ക് തന്നെ സൗഖ്യപ്പെടുത്തുവാൻ, ഈശോയ്ക്ക് ഇത് ചെയ്യുവാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസവും ആഴമേറിയ ബോധ്യവും ഉണ്ടായിരിക്കുക എന്നുള്ള ആ അന്ധയാചകരെ പോലെ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 2-ാമത്തെ രോഗശാന്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഊമനെ സൗഖ്യപ്പെടുത്തുന്ന ക്രിസ്തുവിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഇവിടെ ഊമനെ സൗഖ്യപ്പെടുത്തുന്ന ഈ വചനഭാഗത്തില് നമ്മൾ ചിന്തിക്കണം, ഈ ഊമൻ ഈശോയോട് നേരിട്ട് വന്ന് ചോദിക്കുകയല്ല, ജനങ്ങൾ അവനെ ക്രിസ്തുവിന്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഈശോ അത്ഭുതം പ്രവർത്തിച്ചത് ഈ ഊമന്റെ വിശ്വാസത്തെ പ്രതിയല്ല, മറിച്ച്
ഈ ജനങ്ങളുടെ വിശ്വാസത്തെ പ്രതിയാണ് ക്രിസ്തുനാഥൻ ഇവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തി നൽകുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ അവിടെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി തമ്പുരാന്റെ മുൻപിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ തീർച്ചയായിട്ടും അവിടെ അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഇതിനുദാഹരണമായിട്ടുള്ള ഒത്തിരി സുവിശേഷ ഭാഗങ്ങൾ നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യത്തില് ശതാധിപൻ തന്റെ വൃത്തിന് വേണ്ടി ക്രിസ്തുനാഥന്റെ അരികിൽ വന്ന് നിലവിളിക്കുമ്പോൾ, വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുനാഥൻ ആ ശതാധിപന്റെ പ്രാർത്ഥനയ്ക്കും അവന്റെ വിശ്വാസത്തിനും അവന്റെ വിശ്വാസം മൂലം അവന്റെ ഭൃത്യനെ സുഖമാക്കുകയാണ്. വീണ്ടും നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ കാനാൻകാരിയുടെ വിശ്വാസം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. കാനാൻകാരി തന്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി വന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ വിശ്വാസം നിമിത്തം ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. വീണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം നിമിത്തം ഈശോ 1000 അതായത് വീടിന്റെ മേൽക്കുര പൊളിച്ച് തളർവാദ രോഗിയെ ജനങ്ങൾ വിശ്വാസത്തോടെ അവന്റെ മുൻപിലേക്ക് ഇറക്കിയപ്പോൾ ഈശോ അവിടെയും അത്ഭുതം പ്രവർത്തിക്കുന്നു. ഇങ്ങനെ നിരവധി അത്ഭുതങ്ങൾ നമുക്ക് വചനത്തിൽ കണ്ടുമുട്ടുവാൻ സാധിക്കും. നമ്മുടെ വിശ്വാസം നിമിത്തം, മറ്റുള്ളവരുടെ വിശ്വാസം നിമിത്തം അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്തുനാഥനെ ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വചനഭാഗമെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒന്നിച്ചു ചേർന്ന് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം അത്ഭുതങ്ങൾ നമുക്കായി സൃഷ്ടിക്കുമെന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനത്തില് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ വചനത്തില് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ദൈവസന്നിധിയിലേക്ക് നമുക്കും ഉയർത്താം. ദൈവം അതൊക്കെ അത്ഭുതമായി മാറ്റുമെന്ന് നമുക്കും ഉറച്ചു വിശ്വസിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.